പരീക്ഷ എഴുതി കഴിഞ്ഞ് പരീക്ഷ ഹാളിന്റെ പുറത്ത് വരുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ ഈ പരീക്ഷയിൽ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരവ് അറിയായിരുന്നു, എല്ലാം പഠിച്ചായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല, പരീക്ഷ തീർക്കാൻ സമയം കിട്ടിയില്ല. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഈ വീഡിയോ കാണാം. നിങ്ങളുടെ ഈ പ്രശ്നം നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിന് സിമ്പിൾ പരിപാടിയാണ് ടൈം മാനേജ്മെന്റ്. എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യുക? അതിൽ ഫസ്റ്റ് പരിപാടിയാണ് നിങ്ങൾ കൂൾ ഓഫ് ടൈം. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം കിട്ടും. അത് വെറുതെ സമയം കളയരുത്, അത് പ്രോപ്പർലി ഉപയോഗിക്കണം. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ മാത്സ് അഥവാ സയൻസ് അല്ലെ സോഷ്യൽ സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്തിൽ നിങ്ങൾ 1 മാർക്ക് ചോദ്യങ്ങളൊക്കെ തീർക്കുക. അത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ജസ്റ്റ് നോക്കുക, ആലോചിക്കുക, എഴുതാൻ സമയം ആകുമ്പോഴത്തേക്കും അത് വേഗം പരിപാടി തീർക്കുക. അപ്പൊ നേരത്തെ ചിന്തിച്ച് വെക്കുക. ഓക്കെ, 1 മാർക്ക് ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോയിക്കോ, കുഴപ്പമില്ല, വേഗം പരിപാടി തീരും. അപ്പൊ ആ 15 മിനിറ്റ് നിങ്ങൾ യൂസ് ചെയ്തു. രണ്ടാമത് ലാംഗ്വേജ് സബ്ജക്റ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ ആണ്, റീഡിംഗ് പാസേജ് ഒക്കെ ഉണ്ട്, റീഡിംഗ് പാസേജ് അപ്പോൾ തന്നെ തീർക്കുക. ഒരു റീഡിംഗ് പാസേജ് ഒക്കെ എല്ലാവർക്കും 15 മിനിറ്റിൽ ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. വേണമെങ്കിൽ അതിന്റെ ആൻസർ കൂടി നോക്കി വെച്ചോ. അപ്പോൾ ആ 15 മിനിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ പരീക്ഷ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ലാസ്റ്റ് നിങ്ങൾ ഒന്ന് ഒറ്റയടിക്ക് ഒരു നോട്ടം കൂടെ, അതായത് നിങ്ങൾ ഈ പരിപാടിയൊക്കെ തീർന്നിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ പേപ്പർ ഒന്ന് നോക്കി എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ചോദ്യങ്ങൾ ഉള്ളതെന്നുള്ള കാര്യം ഒന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം നിങ്ങൾ എന്താണ് നിങ്ങൾ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി പരീക്ഷയുടെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പലരും ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു പരീക്ഷ ഉണ്ട്, 80 മാർക്കിന്റെ പരീക്ഷയാണ്, 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ ഐഡിയ വെച്ച് നിങ്ങൾ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് ഒരിക്കലും ടൈം മാനേജ്മെന്റ് കിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടത് 80 മാർക്കിന് 2.5 മണിക്കൂറാണെങ്കിൽ എനിക്ക് 1 മാർക്കിന് എത്ര സമയം കളയാൻ പറ്റും, ഈ ഒരു കണക്ക് നിങ്ങൾ ഉണ്ടാക്കണം. ഈ കണക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. വളരെ സിമ്പിൾ ആണോ. 80 മാർക്ക് 150 മിനിറ്റ്, 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 150 മിനിറ്റ്, കൺവേർട്ട് ചെയ്യാൻ അറിയാലോ. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 × 60 120 മിനിറ്റ്, അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്, 120 30 150 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായിരിക്കും കിട്ടുക? 1 മാർക്കിന് 1.8 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇങ്ങനത്തെ ഒരു പരീക്ഷയിൽ. ഇനി ഈ 1.8 മൊത്തത്തിൽ കൂട്ടാൻ പറ്റില്ല, കാരണം അവസാനം നിങ്ങൾ ചെക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് സമയം പോകും. അപ്പോൾ 1.5 മിനിറ്റ് എന്ന് വിചാരിച്ചേ 1.5 മിനിറ്റ്സ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, 1.5 എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് 50 സെക്കൻഡ് അല്ല, 1 മിനിറ്റ് 30 സെക്കൻഡ് ആണെന്നുള്ളത് മനസ്സിലാക്കണേ. ഇനി ഈ ഒരു കണക്ക് കൊണ്ട് എന്താണ് ഗുണം? ഈ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് മൊത്തം പരിപാടി റെഡിയാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1 മാർക്കിന്റെ ചോദ്യത്തിന് 1.5 മിനിറ്റേ പാടുള്ളൂ, മാക്സിമം പോയ 2 മിനിറ്റ്. ഓക്കെ, 3 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 3 × 1.5 മിനിറ്റ്, ദാറ്റ് ഈസ് 4.5 മിനിറ്റ്സ്, മാക്സിമം പോയ 5 മിനിറ്റ് പാടുള്ളൂ. അതുപോലെ 5 മാർക്കിന്റെ ആണെങ്കിൽ 7.5 മിനിറ്റ്, മാക്സിമം പോയ 9 മിനിറ്റ് എന്നുള്ള ഒരു കണക്ക് ഉണ്ടാക്കാം. ഇനി ഇത് കറക്റ്റ് സാർ ഇങ്ങനെ ഫോളോ ചെയ്യണം, ഓരോ മാർക്കും നോക്കിയിട്ട് ടൈമർ വെച്ച് അങ്ങനെയൊന്നും വേണ്ട, ഒരു ധാരണ ഉണ്ടാക്കിയാൽ മതി. ഇതൊരു ധാരണ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോരോ മാർക്കിൽ ചോദ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷ എഴുതാണ്, ഇംഗ്ലീഷ് പരീക്ഷയ്ക്കൊക്കെ പലർക്കും ടൈമില്ല എന്ന് പറയാം. 5 മാർക്കിന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എത്ര സമയം അവിടെ കളയാൻ പാടുള്ളൂ? നിങ്ങൾ മാക്സിമം 9 മിനിറ്റ് അവിടെ കളയാൻ പാടുള്ളൂ. നിങ്ങൾ അതിന് പകരം അവിടെ 15 മിനിറ്റ് കളഞ്ഞാൽ തീർന്നു. പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ ഉത്തരം കൊടുക്കും? മനസ്സിലല്ലേ? കാരണം അത്ര സമയമില്ല. ഐഡിയലി ഒരു 6-7 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും നോക്കുക, മാക്സിമം 9 മിനിറ്റ്. 9 മിനിറ്റും കടന്നു പോകുന്നുള്ളവർ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുക, അതിൽ വെറുതെ സമയം കളയരുത്. ഓക്കെ, ഇൻഫാക്ട് അതിന് മുൻപ് തന്നെ നിങ്ങൾ അത് ചിന്തിച്ചു കൊടുക്കണം. അടുത്തൊരു ചോദ്യം നിങ്ങൾ കണ്ടു 5 മാർക്കിന്റെ, ഇവിടെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം 9 മിനിറ്റ് കളയാൻ പാടുള്ളൂ അടുത്ത ചോദ്യം. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ടൈമിന്റെ പ്രശ്നം വരാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് സാർ ഇതെങ്കിൽ തീർക്കാൻ പറ്റില്ല 5 മിനിറ്റിൽ, അല്ല സോറി 9 മിനിറ്റ് തീർക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് അവിടെ വിട്, നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. എന്നിട്ട് അവിടെ സ്ഥലം വിട്ടോ, എന്നിട്ട് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവും. മനസ്സിലായി? വേഗം പരിപാടി തീർക്കാൻ വേണ്ടി. മറ്റേ ആദ്യം നമ്മൾ ഭയങ്കര ഭംഗിയിലൊക്കെ വായിച്ച് മെല്ലെ എഴുതി ഫുൾ വൃത്തിയാക്കിയൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ എക്സ്ട്രാ സമയം പോകും. എന്നാൽ അവസാനം നമ്മളല്ല ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, ആവശ്യമുള്ള കാര്യം മാത്രം വേഗം എഴുതി തീർക്കും. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ, സമയം ഓവർ എടുക്കുന്ന ചോദ്യങ്ങൾ, തോന്നുന്ന ചോദ്യങ്ങൾ അവസാനത്തേക്ക് വെക്കുക. ദാറ്റ് ഈസ് ദി ബെസ്റ്റ് സ്ട്രാറ്റജി. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ പരീക്ഷയും ഒരേപോലെ അല്ല. ഫോർ എക്സാമ്പിൾ ഒരു 40 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ അവിടെ കാൽക്കുലേഷൻ കുറച്ച് മാറും. 40 മാർക്ക് 1.5 മണിക്കൂർ 90 മിനിറ്റ്, അത് 1 മണിക്കൂർ 2 മിനിറ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ആ 2 മിനിറ്റ് അല്ല 2.25 ആയിരിക്കും. 2.25 നമ്മൾ 2 മിനിറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അവിടെ 2 മിനിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ 1.5 2 ആ ഒരു റേഞ്ചിലാണ് മിക്ക പരീക്ഷകളിൽ വരിക. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രീവിയസ് ഇയർ പേപ്പർ ഏതെങ്കിലും നോക്കിയാൽ മതി. പ്രീവിയസ് ഇയർ പേപ്പർ അറിയില്ല, examiner.com പോവുക, അതിൽ PYQ സിസ്റ്റം പോലെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഓരോ സബ്ജക്റ്റും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഒരു ധാരണ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്യാം. അല്ലാണ്ട് ഓരോ ചോദ്യത്തിനും കൃത്യമായി നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ ഫിസിക്സിന്റെ ഒരു പരീക്ഷയാണെങ്കിൽ നിങ്ങൾ 4 മാർക്കിന്റെ ചോദ്യത്തിൽ നിങ്ങൾ 8 മിനിറ്റ് മാക്സിമം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിന് കൂടുതൽ നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട. മനസ്സിലല്ലേ? 1 മാർക്കിന്റെ ഒരു ചോദ്യമാണ്, 2 മിനിറ്റിൽ നിർത്തുക, അല്ല അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മനസ്സിലായി? അവിടെ സ്ഥലം വിടുക, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, പിന്നെ വരാൻ മതിയല്ലേ തിരിച്ച്. ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് സമയം കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നം
നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിലും ഒരു ഇത്രയും സമയം സേവ് ചെയ്യല്ലോ. ആ സേവ് ചെയ്ത സമയം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. ചെക്ക് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ ഫോർമാറ്റ് കൃത്യമാണോ എന്നുള്ള കാര്യം നോക്കുക. ഡയറി എൻട്രി ആണെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ, മുകളിലും താഴേക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇംഗ്ലീഷൊക്കെ ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്. പിന്നെ കാൽക്കുലേഷൻ, മാത്സും ഫിസിക്സും ഒക്കെ ആണ്, കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാക്കി എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഫൈനൽ ആൻസർ പലപ്പോഴും തെറ്റിക്കാറുണ്ട്, അത് മാത്രമൊക്കെ ആയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഏതെങ്കിലും ചോദ്യം മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കുക. പലരും പേപ്പർ തിരിച്ചു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ചോദ്യം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരയാറുണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട്. എന്തെങ്കിലും ബ്ലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ചോദ്യം തന്നെ തെറ്റിച്ച് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചോദ്യത്തിന് ആൻസർ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. യൂണിറ്റ്സ്, ഫിസിക്സും മാത്സ് ഒക്കെ ആണ്, എല്ലാത്തിനും യൂണിറ്റ്സ് വേണം. യൂണിറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. പിന്നെ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ഒക്കെ ചെയ്യേണ്ടത് അണ്ടർലൈൻ ചെയ്യുക. മൊത്തത്തിൽ പേപ്പർ ഒന്ന് ഭംഗിയാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുകയും കൂടെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് പറയുക, ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾസോ നിങ്ങളുടെ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ഇടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും പരീക്ഷ തകർത്തി എഴുതി വാ.